ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 2 ആണ്. ഇത് നമ്മൾ ഡേ 1 തന്നെ ജയിക്കുക. നമ്മൾ ഒരു വട്ടം പോലും ചാകത്തില്ല. നമ്മൾ ഗ്രാനിനെ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം അപ്പൂപ്പനെ ഇട്ടാൽ ചിലപ്പോൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും വരും. ഭയങ്കര പാടാണ്. ഒരാളെ കൊല്ലുമ്പോൾ അടുത്ത ആൾ ജനിക്കും. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഗ്രാനിനെ മാത്രമേ ഇടുന്നുള്ളൂ. എനിക്ക് അനുഭവം ഉണ്ട് ഒരു വട്ടം. ഗ്രാനിനെ മാത്രം ഇട്ട് കളിക്കാം. അതിനകത്ത് ഒരു ദിവസം പോലും ചാകെ ജയിക്കും ഗൈസ്. ഡേ 1 തന്നെ നമ്മൾ ജയിക്കും. കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം മറ്റേ മുള്ളൊക്കെ ഉള്ളൊരു അലമാര പോലത്തെ സാധനമുള്ള റൂമില്ലേ, അവിടെ പോയിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് അവിടെ ഒളിച്ചിരിക്കണം ഗൈസ്. മറ്റേ സ്ഥലത്ത് ഈ റൂമിൽ തന്നെ ശബ്ദം ഉണ്ടാക്കുക, ഇവിടെ പോയി ഒളിച്ചിരിക്കാം. ഞാൻ വരുമ്പോഴിങ്ങനെ കുറച്ച് ഇത് കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ അകത്തോട്ട് നിൽക്കണം. ഒരു യൂട്യൂബിൽ കണ്ട ട്രിക്കാണിത്. പിന്നെ ഞാൻ എപ്പോഴും ഇതൊന്നും ചെയ്യാൻ തുടങ്ങി ഗൈസ്. ഞാനിപ്പോൾ വരും. ഇതൊക്കെ ഉണ്ട് കാണാൻ പറ്റി. ഇനി ഇങ്ങോട്ട് വയ്ക്കാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് മണ്ടക്കോട്ട് പോകണം. അവിടെ പോകുന്നുണ്ട്. ഇനി മണ്ടക്കോട്ട് പോവാം. മണ്ടക്ക് മറ്റേ ഈ സാധനത്തിൽ ഈ മേശയിൽ മറ്റേ ഹെലികോപ്റ്റർ മാനുണ്ട്. ഞാൻ മുമ്പ് എല്ലാം നോക്കി വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത് ഗൈസ്. ഹെലികോപ്റ്റർ മാനുണ്ട്. എടുക്കാം. ഇത് മറിച്ചിട്ടേക്കാം. ശബ്ദം കേട്ട് ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു. അറിയത്തില്ല. ഇനി നമുക്ക് വേറെ കിണറിൻ്റെ അകത്ത് ഒരു സ്റ്റൺ കണ്ണുണ്ട് ഗൈസ്. മറ്റേ എർത്തടിക്കുന്ന കണ്ണ് മഞ്ഞ. അതെടുത്തിട്ട് ഗ്രാനീനെ അങ്ങ് വെടി വെച്ചേക്കാം. ഇതെടുക്കാം. ഇവിടെ വണ്ടക്കോട്ട് പോവാം. ഗ്രാനി ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു. ഡ്രോപ്പ് ചെയ്യാം. ഗ്രാനി വരുന്നില്ലല്ലോ. ഇതാ വരാത്ത. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഒറ്റ മൈൻഡ്. നമുക്ക് അങ്ങോട്ട് പോകാം കേസ്. ഒറ്റ മൈൻഡ്. ഇങ്ങോട്ട് പോവാം. അത് മറിച്ചിട്ടല്ല മേശ. ചിലപ്പോൾ ഗ്രാനി വരും. ഇനി പെട്ടെന്ന് വരുമ്പോൾ അടിക്കുമോ? പെട്ടെന്ന് മറിച്ചിട്ടേക്കാം. ഞാൻ മുകളിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു കേസ്. കാരണം സൈഡിലൊന്നും കുറേ നേരമായിട്ട് കാണുന്നില്ല. ഇനി മുകളിൽ മാത്രമേ ഉള്ളൂ. അവിടെ നോക്കാം. അതേണ്ട് വരുന്നു. ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറ്റി ഉണ്ട എടുക്കാം. ഇവിടെ അതേണ്ട്. എന്നിട്ട് ഇത് മറ്റേ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. ആ കുനിയുന്ന അവിടുത്തെ റൂമില്ലേ, ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ഇത് മറിച്ചിട്ടേക്കാം ഗൈസ്. ഇത് മറിഞ്ഞ് വീഴുന്നില്ലല്ലോ. എടുത്ത് നോക്കാം. അപ്പുറത്തെ സൈഡിൽ നിന്ന് മറിച്ചിടാൻ നോക്കാം. വീണ് ഇതേ വീണ്ടും നേരെ ചെയ്യുന്നു. കൊള്ളാനിരിക്കുന്നു. ഞാൻ പോണേ. ഈ ഓവനകത്ത് മറ്റേ ഇതുണ്ട് ഗൈസ്, മറ്റേ സെക്യൂരിറ്റിക്ക്. അതും എടുത്തേക്കാം. ഇനി മറ്റേ അപ്പൂപ്പൻ്റെ പടങ്ങളൊക്കെ എടുത്ത് അവിടെ ഡ്രോപ്പ് ചെയ്യണം ഗൈസ്. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. എന്താ അപ്പൂപ്പൻ്റെ മറ്റേ ഇത് അടുത്ത്. ഇനി ഇവിടെ അപ്പൂപ്പൻ്റെ തലയാണ്, കാലാന്ന് തോന്നുന്നു. ഷൂ. അത് തന്നെ. അതിലൂടെ ഡ്രോപ്പ് ചെയ്യാം. അടുത്ത മറ്റേ അപ്പൂപ്പൻ്റെ മുട്ടത്തലയുണ്ട്. അത് ഇപ്പോൾ എടുക്കണം. ഗ്രാനീന് ജനിച്ചതാണോ? ഒരു പേടി. ഇപ്പോൾ എടുക്കണ്ട. ഒരു കാര്യം ഞാൻ ഇതാക്കാം. ഇതായിട്ടുണ്ട്. ഇവിടെ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് ഗൈസ്. ഈ സാധനത്തിൽ ഇതിവിടെ ഡ്രോപ്പ് ചെയ്യാം. ഗ്രാനി വരുമ്പോൾ വെടിയേക്കാം. ഗ്രാനി ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു. ഡ്രോപ്പ് ചെയ്യാം. മറ്റേ സ്റ്റൺ ഗണ്ണും എടുക്കാം ഗൈസ്. സ്റ്റൺ ഗൺ എടുത്ത് കൈ പിടിച്ചേക്കാം. ഗ്രാനി വരുമ്പോൾ വെടിയേക്കാം. സ്റ്റൺ ഗൺ എടുത്ത് ഇവിടെ നിൽക്കാം ഗൈസ്. ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഞാനിപ്പോൾ വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ വരുമായിരിക്കും അല്ലേ? ഞാൻ വരുന്നില്ലല്ലോ. ഇനി ചിലപ്പോൾ വരുമായിരിക്കും. ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ വരും ഗൈസ്. വരുമെന്ന് തോന്നുന്നു. എന്താ വരാത്ത? ഞാൻ വീണ്ടും ഡ്രോപ്പ് ചെയ്ത് കണ്ടു വരുന്നില്ലല്ലോ ഗ്രാനി. ഗൈസ് ഗ്രാനി വരുന്നില്ലല്ലോ. എന്താണ്? ഗൈസ് എൻ്റെ ഫോണൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഗൈസ്. നല്ല ചൂടാതല്ലേ? എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഗ്രാനിനെ നോക്കിയിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു മെസ്സേജ്. ഗ്രാനി വന്ന് പോകുന്നു. വന്ന് ഒറ്റ വഴി.
ഇതിന് ഉണ്ട എടുത്തേക്കാം. ഇത് മറ്റേ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം, മറ്റേ ഈ റൂമിൽ. അതുകൊണ്ട് അപ്പൂപ്പൻ്റെ മറ്റേ ഇതെടുക്കാം ഗൈസ്. മറ്റേ അപ്പൂപ്പൻ്റെ മറ്റേ തല ഡോറും തുറന്നേക്കാം. ഫസ്റ്റ് ഫ്രഞ്ച് എടുത്തിട്ട് വേണ്ടി എവിടുത്തെ ഇത് തുറന്നിടാം അല്ലേ. എന്നിട്ട് അപ്പൂപ്പൻ്റെ തല എടുക്കാം, മുട്ടത്തല. അപ്പോൾ ഫ്രഞ്ച് പറഞ്ഞാൽ ഇവിടെയാണ് ഗൈസ്, ഫ്രഞ്ച് പരിപാടിയിൽ. എന്നിട്ട് നേരെപ്പോൾ എവിടുത്തെ ഇത് കിണറടിയുള്ള മറ്റേ സാധനം ഇതാക്കാം. പേരൊന്നും അറിയത്തില്ല, ആ സാധനം ഇതാക്കിക്കാം. ആഗ്രഹമുണ്ട്. ഇനി അപ്പനെ മുട്ടത്തല എടുക്കാം ഗൈസ്. അത് ഇവിടെ ഉണ്ട്, ഈ 8 കാലിൻ്റെയൊക്കെ സ്ഥലത്ത്. ഇതെടുക്കാം. ഈ അപ്പനെ മുട്ടത്തല നമുക്ക് മറ്റേ അവിടെ കൊണ്ടുപോകാം. ഇതിലുണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. സ്റ്റൺഗൺ എടുത്തിട്ട് മണ്ടക്കോട്ട് പോകാം. ഈ ഏണി ഇവിടെ അതുകൊണ്ട് സ്റ്റൺഗണ്ണ് തൽക്കാലം നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഡ്രോപ്പ് ചെയ്യാം. സ്റ്റൺഗണ്ണ് ക്രോബാർ ഉണ്ട് ഗൈസ്, ഈ ഗ്യാസ് അലമാരിയിൽ ക്രോബാർ. സ്റ്റൺഗൺ മറ്റേ ഇവിടെ ഇതാക്കാം ഗൈസ്. ഇതിനകത്ത് ബോംബുണ്ട് ഗൈസ്, ഈ സാധനത്തിൽ, ഈ ബോക്സിൽ ഈ ബോംബ് എടുക്കാം. അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ബോംബല്ല, ഗ്രനേഡ്. ഗ്രനേഡ് ബോംബ്. ഈ ബോംബ് എടുത്ത് അങ്ങോട്ട് പോവാം. ബോംബ് ഡ്രോപ്പ് ചെയ്താലോ ഒരെണ്ണം ഡ്രോപ്പ് ചെയ്ത് ശബ്ദം കേട്ട് ഞാൻ വരുമ്പോൾ അടുത്ത ബോംബ് എടുക്കാം. അടുത്ത ബോംബ് എടുത്തിട്ട് അങ്ങോട്ട് ഇടാം. അടുത്ത ബോംബ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വരും ഗൈസ്, നമുക്ക് വരുന്നുണ്ടോ നോക്കാം. വരാം. ക്രോബാർ എടുത്തിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം ഗൈസ്. അപ്പം ചിലപ്പോൾ വരും. ഇത് ക്രോബാർ തന്നിട്ട് വീഴാൻ ഇച്ചിരി പാടാണ് ഗൈസ്. നോക്കാം, ഇത് ചിലപ്പോൾ വീഴും. ഇത് വീഴില്ല, ഒന്നും കൂടെ നോക്കാം ഗൈസ്. വീഴുന്നില്ല ഗൈസ്, എന്താ വീഴാത്ത? വീണ് ഇനി ഗ്രനേഡ് എടുക്കാം. ബോംബ് ഇപ്പോൾ ഗ്രാനി വരും ഗൈസ്. ക്രോബാർ ടാപ്പിന് ഗ്രാനിപ്പോൾ വരും, നോക്കാം. വരുന്നുണ്ട്. നമ്മൾ കണ്ട് ഗൈസ്. നമുക്ക് ബോംബ് ത്രോ ചെയ്യാം. അയ്യോ, ബോംബ് അങ്ങോട്ട്